കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞു നടക്കുന്നയാളുടെ മനോഹരമായ പ്രഭാഷണ സീഡികൾ ആർക്കൊക്കെയാണ് എത്തിക്കേണ്ടത്? കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കേരളത്തിലെ മുഴുവനും രാഷ്ട്രീയ അധികാരികളിലേക്കും എല്ലാ മുഖ്യമന്ത്രി അടക്കം എല്ലാവരിലേക്കും എന്താണ് ഇസ്ലാമിന്റെ അന്യസമൂഹത്തോടുള്ള രീതി എന്ന് പഠിക്കാൻ ആ കേസറ്റ് കേരളത്തിലെ എല്ലാ അന്യസമുദായക്കാരായ നമ്മുടെ സഹോദരങ്ങൾക്കും എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഈ സദസ്സിനോട് വസിയത്ത് ചെയ്യുകയാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാണ്. എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. ഒരു അന്യസമുദായക്കാരനെ ഒന്ന് തോണ്ടിയാൽ അള്ളാഹു സ്വർഗത്തിൽ കടത്തൂലാണ് മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരിയാണ് അദബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പരിശോധിക്കാം, കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞു നടക്കുന്നയാൾ ആരാണെന്നോ? പോലീസുകാരെ സഹോദരങ്ങളെ ആരാണ് ചെയ്യുന്നത്? പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. ആത്മീയ നായകന്മാർക്ക് സംരക്ഷണം നൽകുന്നവർക്കെതിരെ നിങ്ങൾ ലാത്തി ഓടുകയാണെങ്കിൽ ഈ ലാത്തി നിങ്ങൾ പിടിപ്പിച്ച മുടിയേരിക്കെതിരെയല്ലേ നിങ്ങൾ ലാത്തി വീശേണ്ടത്? ആർക്കാണ് ഇവിടെ ഹിമവൽ പ്രധാനതയോട് ബന്ധമുള്ളത്? വലിയ ആത്മീയവാദിയായിരുന്നല്ലോ നിങ്ങളുടെ പങ്കെന്റെ വീട്ടാണ്. വലിയ ആത്മീയവാദിയാണല്ലോ പങ്കെന്റെ വീട്ടാണ്. 975 ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്തുണ്ടായ ഭീകരവാഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുടിവെട്ടാണ് നടക്കുന്നതിനുള്ള പങ്കെന്റെ വീട്ടാണ്. രാജ്യത്തുള്ള എല്ലാ മുട്ടാളന്മാരോടും രാജ്യത്തിലെ എല്ലാ കപടാത്മീയവാദികളോടും എല്ലാവരും രഹസ്യബന്ധമുള്ളവരല്ലേ ഈ പങ്കെന്റെ വീട്ടാണ്. ഈ കൊടിയേരിയോട് ബന്ധമില്ലാത്ത ഇവിടെയുള്ള ഈ രാജ്യത്ത് തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈംഗിക ചൂഷണം ചെയ്യുന്ന ചൂഷണം ചെയ്യുന്ന ഒരുപാട് തെമ്മാടികളായ ഈ രാജ്യത്തെ കപടാത്മീയവാദികളോട് ബന്ധമുള്ള ആളല്ലേ നിങ്ങളുടെ കൊടിയേരി? പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. എല്ലാ പുൽനാമ്പും വെട്ടി ഒഴിവാക്കുക. നിങ്ങളുടെ സഹോദരന്മാരായ പോലീസുകാരെ എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ ഈ കാക്കിയുള്ളവരാണോ നാട്ടിൽ നന്മ നടക്കുന്നത്? അല്ല, നിങ്ങൾ വിചാരിച്ചിട്ടല്ല നടക്കുന്നത്. പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. എല്ലാ പുൽനാമ്പും വെട്ടി ഒഴിവാക്കുക. ആ കേസറ്റ് കേരളത്തിലെ എല്ലാ അന്യസമുദായക്കാരായ നമ്മുടെ സഹോദരങ്ങൾക്കും എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഈ സദസ്സിനോട് വസിയത്ത് ചെയ്യുകയാണ്. ഓ മൗലവി, ഇനി ആരെയാണ് താങ്കൾ കുറ്റം പറയാത്തത്? പണ്ഡിതന്മാരെ താങ്കൾ കുറ്റം പറഞ്ഞു, ഭരണാധികാരികളെ താങ്കൾ കുറ്റം പറഞ്ഞു. ഇനി ഇതാ അദ്ദേഹം സയ്യിദന്മാരെ ആക്ഷേപിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഇത് സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി കൂരിക്കുടി തങ്ങൾക്കെതിരെ ഇദ്ദേഹം ഉറഞ്ഞു തുള്ളുന്നത് നിങ്ങൾ കാണുക. ഇവിടെ തൃശൂർ ജില്ലയിൽ കൂരിക്കുടി എന്ന സ്ഥലത്ത് കുറെ കാലം സലാത്ത് നടത്തിയ ഒരു കൊട്ടേഷൻ തങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല, അത് ദ്വീപിലെ കോയയാണ്. ഓ മുത്തേടം കാസിമി, താങ്കൾ മറന്നുപോയോ? കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള മുട്ടുങ്കല മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച ദിക്ർ ഹൽക്ക വാർഷികം. അന്ന് ആദരണീയനായ സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി കൂരിക്കുടി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത അതേ വേദിയിൽ എന്തേ കൂരിക്കുടി തങ്ങളെ സയ്യിദല്ല എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് ധൈര്യം വരാതിരുന്നതോ? എന്തിനാണ് നിങ്ങൾ സയ്യിദല്ല എന്ന് വിളിച്ചു കൂടിയ കൂരിക്കുടി തങ്ങളോടൊപ്പം വേദി പങ്കിട്ടതോ? തങ്ങളല്ല, അത് ദ്വീപിലെ കോയയാണ്. ഓ കാസിമി, ഒരു കാര്യം ചോദിച്ചോട്ടെ. പാരത്രിക ലോകത്ത് രക്ഷിതാവിന്റെ ചോദ്യത്തിന് മുന്നിൽ കാലിടറുന്ന നിമിഷം നിങ്ങൾ മറക്കരുതോ? അന്ന് രക്ഷപ്പെടുത്താനുള്ള സത്യവിശ്വാസികളുടെ നേതാവായ പുണ്യപ്രവാചകൻ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദിനെ സയ്യിദല്ല, അത് വെറുമൊരു കോയയാണെന്നോ പറയാൻ ഖാസിമി എന്താണ് താങ്കളുടെ കൈവശമുള്ള തെളിവ് എന്നോ പുണ്യപ്രവാചകനും പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവിയും പാരത്രിക ലോകത്ത് വെച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ എന്തായിരിക്കും മറുപടി പറയുക? നിങ്ങളുടെ മറുപടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ? ദ്വീപിലെ കോയയെ പിടിച്ച് തങ്ങളാക്കിയത് ഇവിടെയാണ്. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടരുത്. ഇനി ദേഷ്യപ്പെട്ടാൽ എനിക്ക് വിഷയവും അല്ല. എന്റെ പ്രശ്നം അത്രയേ ഉള്ളൂ. എന്റെ നാവുള്ള കാര്യത്തിൽ സത്യം പറയാന്നുള്ളതാണ്. കൂലിക്കോയിൽ സലാത്ത് നടന്നിരുന്നാൽ കൂലിക്കോയിൽ തങ്ങൾ എന്ന് പറഞ്ഞ് പല ആളും കൊണ്ട് നടന്നിരുന്നു. തങ്ങളല്ല, കോയാണ്. വല്ലാതെ അതൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ പിന്നെ എന്റെ നാവ് ഞാൻ ഉദ്ദേശിച്ചിടത്ത് നിൽക്കുമോ എന്ന് പോലും എനിക്ക് പേടിയാണ്. അതെ, നാവിനെ താങ്കൾക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെന്നോ താങ്കൾ പറഞ്ഞല്ലോ. ആ നിയന്ത്രിക്കാൻ സാധിക്കാത്ത നാവിലൂടെ എന്തും വിളിച്ചു പറയാമെന്നാണോ നിങ്ങളുടെ ധാരണ? എങ്കിലിതാ മൗലവി താങ്കളോട് സയ്യിദ് സൈനുദ്ദീൻ ബുഖാരി കൂരിക്കുഴി തങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. കൂരിക്കുഴിയിലേക്ക് ഞാൻ വരുന്നത് ഈ ദർസൊക്കെ ഓടിക്കഴിഞ്ഞ് താൽക്കാലികമായി വെട്ടിച്ചിറയിലുള്ള ബഹുമാനപ്പെട്ട കോട്ടക്കൽ ഇബ്രാഹിം ഉസ്താദിനടുക്കലുള്ള പഠനം കഴിഞ്ഞതിന് ശേഷം മർക്കസിൽ 2 വർഷം കഴിഞ്ഞ് അതിനുശേഷം എറണാകുളം പള്ളുരുത്തിയിൽ മുദരിസായി ജോലി ചെയ്തു. അതിനുശേഷം ആലപ്പുഴ ജില്ലയിൽ എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് തൃശൂർ ജില്ലയിലെ ചേലക്കര എന്ന് പറയുന്ന പ്രദേശത്ത് തോന്നൂർക്കരയിൽ മുദരിസും ഖതീബുമായി ജോലി നോക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ നിർദ്ദേശപ്രകാരം കൂരിക്കുഴിയിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കൂരിക്കുഴിയിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ പഠനകാലത്തും ഞാൻ ജോലി നോക്കിയ സ്ഥലങ്ങളിലുമെല്ലാം ഞാൻ സയ്യിദാണ്, തങ്ങളാണ്, എല്ലാവർക്കും അറിയുന്നത് സത്യമാണ്. കൂരിക്കുഴിയിൽ വന്നതിന് ശേഷം ആരൊക്കെയോ പടച്ചുണ്ടാക്കിയതാണ് എന്ന് ചിലർ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് തെളിയിച്ചതാണ്. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, എന്റെ ഉപ്പയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ പരമ്പരയും എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. സയ്യിദ് മുഹമ്മദ് മൗല തങ്ങളുടെ അഥവാ കണ്ണൂരിലുള്ള തങ്ങളുടെ 4ാമത്തെ പിതാവിന്റെ സഹോദരന്റെ 5ാം തലമുറയിലെ പേരക്കുട്ടിയാണ് വിനീതനായ ഞാൻ. ഈ സനത് ശരിയല്ല, സത്യമല്ല, വെറുമൊരു കോയയാണ് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അവർ ഞാൻ ജീവനോടുകൂടെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഖബറിലൊന്നുമല്ല, വേറെ എവിടെയുമല്ല. എന്റെ അഡ്രസ്സും എന്റെ സേവയും എല്ലാം അറിയുന്നതാണ്. അവർക്ക് വരാം, ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന സനതൊന്നും ശരിയല്ല, നിങ്ങളെ സനതുകളും നിങ്ങളെ രേഖകളും ഇന്നതാണ്, നിങ്ങളെ പിതാമഹന്മാർ ഇന്നവരാണ് എന്ന് ആരെങ്കിലും രേഖാമൂലം എനിക്ക് വരികയാണെങ്കിൽ അൽഹംദുലില്ലാ അത് ഞാൻ സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വിവരമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ ചിത്രതകൾ ഉണ്ടാക്കരുത് എന്ന് വിനീതമായി പണ്ഡിതന്മാരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഓ ഖാസിമി, താങ്കളുടെ കൈവശം രേഖകൾ വല്ലതുമുണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളാണ് മറുപടി പറയേണ്ടത്. മുജാഹിദ് പുരോഹിതന്മാരെ കൂട്ടുപിടിച്ച് പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കുമെതിരെ ഉറഞ്ഞു തുള്ളാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സ്തുതിപാഠകന്മാരല്ല മറുപടി പറയേണ്ടത്. ഓ മൗലവി, താങ്കളുടെ നാവ് ഇപ്രകാരം സയ്യിദന്മാർക്കും പണ്ഡിതന്മാർക്കുമെതിരെ നീളുമ്പോൾ അല്ലാഹു ഈമാനിനെ പിടിച്ചുകൊണ്ടു പോകുന്നതിന് താങ്കൾ സൂക്ഷിക്കണം കേട്ടോ.